വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട. 7 മണിക്കൂർ നീണ്ട പോലീസ് പരിശോധനയിൽ 2 കിലോയോളം കഞ്ചാവും ത്രാസും പിടികൂടി. കോളേജിലെ SFI KSU പ്രവർത്തകർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. ഹോളി ആഘോഷത്തിനായാണ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചത് എന്നാണ് പോലീസ് അറിയിച്ചത്. രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കളമശ്ശേരി പോളിടെക്നിക് കോളേജിന്റെ ഹോസ്റ്റലിൽ പോലീസ് പരിശോധന നടത്തിയത്. 7 മണിക്കൂർ നീണ്ട പരിശോധനയിൽ KSU പ്രവർത്തകരായ ആകാശ്, ആദിൽ എന്നീ വിദ്യാർത്ഥികളുടെ മുറിയിൽ നിന്നും പിടിച്ചെടുത്തത് 2 കിലോ കഞ്ചാവും ഇലക്ട്രിക് ത്രാസും. പരിശോധനയ്ക്കിടെ ആദിൽ ഓടി രക്ഷപ്പെട്ടു. ആകാശിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. SFI യൂണിയൻ ജനറൽ സെക്രട്ടറിയായ അഭിരാജിന്റെ മുറിയിൽ നിന്ന് ലഭിച്ചത് 9 ഗ്രാം കഞ്ചാവാണ്. അളവിൽ കുറവായതിനാൽ അഭിരാജ്, ആദിത്യൻ എന്നീ വിദ്യാർത്ഥികൾക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു. കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ക്യാമ്പസിനകത്തും പുറത്തുനിന്നുള്ളവരുടെയും എല്ലാം സാന്നിധ്യം ഉണ്ട് എന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വിശദമായ ഒരു അന്വേഷണം നടത്തിയാലാണ് മറ്റുള്ളവരുടെ പങ്ക്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജാമ്യം കൊടുത്തു വിട്ടവർക്കോ മറ്റുള്ളവർക്കോ ഈ പ്രധാനപ്പെട്ട കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടെങ്കിൽ അവരെ കൂടി നമ്മൾ ആ കേസിലേക്ക് ഉൾപ്പെടുത്തും. ഹോളി ആഘോഷത്തിന് വേണ്ടി വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്യാൻ കഞ്ചാവ് എത്തിച്ചതായാണ് വിലയിരുത്തൽ. പിടിയിലായ വിദ്യാർത്ഥികൾക്കെതിരെ കോളേജ് നടപടി സ്വീകരിക്കും. പിടിച്ച വിദ്യാർത്ഥികളെ സ്വാഭാവികമായിട്ടും അക്കാഡമിക് കൗൺസിൽ വഴി നമ്മളെ അവരെ പഠനത്തിന് തൽക്കാലം ഇപ്പോൾ ഫൈനൽ ഇയർ കുട്ടികളാണ്. അത് ഇന്നിപ്പോൾ തീരുമാനിക്കണം. അപ്പോൾ കൗൺസിൽ കൂടി തീരുമാനിച്ച്, കൗൺസിലിൽ നിന്ന് കൂടുമല്ലോ, കൗൺസിൽ കൂടി തീരുമാനിച്ച് നടപടി സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കഴിഞ്ഞ ഒരാഴ്ചയായി കോളേജിലും ഹോസ്റ്റലിലുമായി വ്യാപക പിരിവ് നടന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആര് കഞ്ചാവ് കൈമാറി എന്നതിലാണ് ഇനി അന്വേഷണം. കേസിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്ന് ഉറപ്പാണ്. 24 കൊച്ചി. കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ ആരോപണങ്ങൾ നിഷേധിച്ച SFIയും KSUവും. പോലീസ് ഭീഷണിപ്പെടുത്തി കേസിൽ കുടുക്കിയെന്ന SFIയും കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് KSU നേതാക്കളും പ്രതികരിച്ചു. എന്നാൽ കൃത്യമായ തെളിവുകളുണ്ട് എന്നാണ് പോലീസ് വിശദീകരണം. 2 നിലകളുള്ള ഹോസ്റ്റലിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ മുറിയിൽ നിന്നും 1ാം നിലയിലെ മുറിയിൽ നിന്നുമാണ് കഞ്ചാവ് പിടിച്ചെടുത്തതെന്ന് പോലീസ് പറയുന്നു. ഇതിൽ താഴ്നിലയിലുള്ള മുറി KSU പ്രവർത്തകരുടെയും 1ാം നിലയിലെ മുറി SFI പ്രവർത്തകരുടേതുമാണ്. പോലീസ് ഭീഷണിപ്പെടുത്തിയാണ് കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജിനെ കേസിൽ കുടുക്കിയതെന്നാണ് SFI ആരോപണം. മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് തീരുമാനം. KSUവിന്റെ മുറിയിൽ നിന്ന് ഇത്തരത്തിൽ വലിയ കനത്തിൽ കഞ്ചാവ് പിടിക്കുമ്പോൾ SFIക്കാരന് ഇരിക്കട്ടെ ഒന്ന് എന്നുള്ള നിലയ്ക്ക് KSUക്കാർ കൊണ്ട് പ്രതിഷ്ഠിച്ചതാണോ, പ്ലാൻ ചെയ്തിട്ടുള്ളതാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. ആഭ്യന്തരമന്ത്രിക്കടക്കം മുഖ്യമന്ത്രിക്കടക്കം പരാതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ച് നിയമപരമായി തന്നെ അതിന്റെ അകത്ത് മുന്നോട്ട് പോകും. ആരോപണങ്ങൾ KSUവും തള്ളുന്നു. താൻ ഓടി രക്ഷപ്പെട്ടിട്ടില്ലെന്ന് ആരോപണം നേരിട്ട KSU പ്രവർത്തനായ ആദിൽ. ഓടി രക്ഷപ്പെട്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പസിൽ ഉണ്ടായി. ഇന്നലെ 10 മണിക്ക് ശേഷം സാധാരണ ഗ്രില്ല് അടക്കുന്നതുകൊണ്ട് പുറത്ത് റൂമിൽ കൂട്ടുകാരുടെ റൂമിൽ പോയി, തൊട്ടടുത്ത് തന്നെ റൂമിൽ പോയി താമസിക്കുകയാണ്. ഞാൻ ഇവിടെ ഇല്ല. സംഭവം എന്റെ കൂട്ടുകാരൻ ആകാശാണുള്ളത്. പക്ഷെ എങ്ങനെ എത്തിയെന്നോ എന്തോ ഒന്നും അറിയത്തില്ല. എന്നാൽ വിദ്യാർത്ഥി സംഘടനകളുടെ ആരോപണം തള്ളുകയാണ് പോലീസ്. അപ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അപ്പോൾ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ പേരുടെ ഇൻവോൾവ്മെൻറ്റ് ആണ് നമുക്ക് പരിശോധിക്കേണ്ടതുള്ളത്. നിലവിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന അവർ കൃത്യമായും ഇതിനകത്ത് ഉൾപ്പെട്ടവർ തന്നെയാണ്. അത് കൃത്യതയോടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കോളേജ് ഹോസ്റ്റലിനുള്ളിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നത് പുറമേ നിന്നുള്ളവരാണെന്ന് പോലീസ് പറയുന്നു. 24 കൊച്ചി. ഇപ്പോൾ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, ലഹരി മാഫിയെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഞങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന KSU കമ്മിറ്റി ഈ മാസം 11-ാം തീയതി കാസർഗോഡ് നിന്നും ക്യാമ്പസ് ജാഗരൺ യാത്ര എന്ന തരത്തിലേക്ക് ഒരു യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. ഇന്ന് 8ാമത്തെ ജില്ലയായ എറണാകുളം ജില്ലയിൽ എത്തുമ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും ഭീതിപ്പെടുത്തുന്നതാണ്. ഒരു കോളേജിന്റെ ഹോസ്റ്റലിൽ നിന്ന് വലിയ തോതിലേക്കുള്ള കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ലഭിക്കുന്നു. എന്നിട്ട് നിമിഷ നേരങ്ങൾക്കകം തന്നെ അവർക്ക് ജാമ്യം ലഭിക്കുന്നു. 2 FIR ഇട്ട് അതിന്റെ പ്രതികളായിട്ടുള്ള ആളുകളെ രക്ഷിക്കുന്ന സമീപനം ഇവിടെ പോലീസിന്റെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അവരെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുവരുന്നത് SFIയുടെ ഔദ്യോഗികമായിട്ടുള്ള നേതൃത്വം, ഏരിയ കമ്മിറ്റി നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഞങ്ങൾ ഈ ജാഥ തുടങ്ങിയപ്പോൾ കേരളീയത്തിലെ പൊതുസമൂഹത്തോടും കേരളത്തിന്റെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളോടും ഞങ്ങൾ പറഞ്ഞത്, ഈ ലഹരിയുടെ വിഷയത്തിൽ നമുക്ക് രാഷ്ട്രീയം കലർത്തേണ്ടതില്ല. ഇതിൽ കക്ഷി രാഷ്ട്രീയപരമായി
അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരേണ്ടുന്ന ഒരു വിഷയമല്ല. അതിന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള തരത്തിലേക്ക് കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ലഹരി മാഫിയ പടർന്ന് പന്തലിച്ചിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ കുറേയേറെ നാളുകളായി സർക്കാർ നിഷ്ക്രിയരായിട്ട് നോക്കി നിൽക്കുകയാണ്. ഇവിടുത്തെ ലഹരി മാഫിയെ കടിഞ്ഞാണിടാൻ സർക്കാരിന് സാധിക്കുന്നില്ല. രാസലഹരികൾ സുലഭമായി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികളുടെ ഞരമ്പുകളിലൂടെ ഒഴുകുന്നത് നമ്മൾക്ക് ഭയാനകമായിട്ടുള്ള തരത്തിലേക്കുള്ള രാസലഹരികളാണ്. അപ്പോൾ ഈ മാഫിയെ KSU സംസ്ഥാന അധ്യക്ഷൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു. ഇതിനോടനുബന്ധമായ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ്. കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ റെയ്ഡിൽ പോലീസ് എത്തുമ്പോൾ പ്രതികൾ കഞ്ചാവ് പാക്ക് ചെയ്യുകയായിരുന്നു എന്ന് നർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണർ അബ്ദുൽ സലാം പറഞ്ഞു. മുറിയിൽ നിന്നാണ് പ്രതികളെ കഞ്ചാവുമായി പിടികൂടിയത്. എല്ലാ വിവരങ്ങളും വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. പ്രതികൾ പുറത്തായിരുന്നു എന്നത് കളവാണ് എന്നും അബ്ദുൽ സലാം 24-നോട് പ്രതികരിച്ചു. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും കിട്ടുന്നത്. സ്മോൾ ക്വാണ്ടിറ്റി എന്തെങ്കിലും ചെറിയ പാക്കറ്റ് എന്തെങ്കിലും കിട്ടുള്ളൂ എന്നാണ് പരിശോധിച്ചത്. അങ്ങനെ പ്രതീക്ഷയോടെ ചെല്ലുന്നത്. ഇത്രയും വലിയ ക്വാണ്ടിറ്റി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഒരു മാസമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ വിദ്യാർത്ഥികളെ വരുന്ന കൊടുക്കുന്ന ആൾക്കാരെയൊക്കെ ഒരു മാസമായിട്ട് നേരത്തെ തന്നെ നമുക്ക് പരാതി കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ നിരീക്ഷണത്തിലായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികൾ അവിടെ വരുന്നുണ്ട്. അവരെ കൊടുക്കുന്നതായിട്ട് നമുക്ക് അന്വേഷണം മനസ്സിലായത്. ഇല്ല അവർ താമസിക്കുന്ന മുറി തന്നെയാണ് അത്. ആ മുറിയിൽ ആരാണ് അവർക്ക് താമസിക്കുന്നത്? ഓരോ വിദ്യാർത്ഥികൾക്ക് ഓരോ മുറി ഉണ്ടല്ലോ. അതെ, പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുറിയിൽ. സംഭവിച്ചിട്ടുണ്ട്. അതെ മേടിച്ച ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ പ്രതിനെ അറസ്റ്റ് ചെയ്യും നമ്മൾ. കളമശ്ശേരി പോളിടെക്നിക്കിന് മുന്നിൽ നിന്ന് വിഷ്ണു സുരേഷ് മറ്റു വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഇതിൽ ഇപ്പോൾ പ്രതികൾ അതിൽ KSUവിൻ്റെയും SFIയുടെയും ഒക്കെ നേതൃതലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. അവർ പോലീസിനെ തള്ളുകയാണ്. പക്ഷേ കൃത്യമായ തെളിവുകളുണ്ട്, വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കയ്യോടെ പിടികൂടുകയായിരുന്നു എന്ന് വെച്ചാൽ ആ സമയത്തുള്ള തെളിവുകൾ തന്നെയാണ് പ്രധാനമെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ ഇപ്പോൾ നാർക്കോട്ടിക്സിലെ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രതികളുടെ ആരോപണങ്ങൾ പൂർണ്ണമായും പോലീസ് തള്ളുകയല്ലേ? പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉന്നയിക്കുന്ന കേവലം ആരോപണങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഈ ലഹരിയുമായി പിടികൂടിയ വിദ്യാർത്ഥികൾ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? വിജയകുമാർ, കൃത്യമായ ഒരു പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഹോസ്റ്റലിൽ പരിശോധന നടത്തിയത്. അതായത് ഒരാഴ്ചയോളം ഈ കോളേജ് ഹോസ്റ്റലിലും കോളേജിന്റെ കോളേജിലുമായി ബന്ധപ്പെട്ട് പിരിവുകളൊക്കെ നടന്നിരുന്നു. അതായത് ഈ കഞ്ചാവ് സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പണപ്പിരിവ് നടത്തിയതെന്നൊരു വിവരം രഹസ്യാന്വേഷണ വിഭാഗത്തിനുണ്ടായിരുന്നു. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചിട്ടുണ്ട് എന്നവർക്ക് പോലീസിന് വിവരം ലഭിച്ചു. അങ്ങനെയാണ് രാത്രി പോലീസും ഡാൻസ് സ്റ്റാഫും ഒക്കെ അങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ മുറികളിലൊക്കെ പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ താഴത്തെ മുറിയിൽ നിന്ന് 2 കിലോ കഞ്ചാവ് മാത്രമല്ല അത് തൂക്കാനുള്ള ത്രാസും പിടികൂടിയിരുന്നു. പോലീസ് പറയുന്നതനുസരിച്ച് ആ മുറിയിൽ ആളുകൾ ഉണ്ടായിരുന്നു. ആ ആളുകളുള്ള മുറിയിൽ പരിശോധന നടത്തി കണ്ടെത്തി എന്നുള്ളതാണ് പോലീസിന്റെ വെർഷൻ. എന്നാൽ അതിനെല്ലാം പൂർണ്ണമായും വിദ്യാർത്ഥികൾ നിഷേധിക്കുകയാണ്. തങ്ങൾ പുറത്തായിരുന്നു, പോലീസ് റെയ്ഡ് നടക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ ഹോസ്റ്റലിലേക്ക് എത്തുകയായിരുന്നു. അപ്പോഴാണ് മുറിയിൽ നിന്ന് ഇങ്ങനെ കഞ്ചാവ് പിടിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നത്. അതല്ലാതെ തങ്ങൾക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല എന്നാണ് SFI നേതാക്കളും KSU നേതാക്കളും ഒക്കെ ആരോപിക്കുന്നത്. പക്ഷേ പോലീസ് അതിനെല്ലാം പൂർണ്ണമായും തള്ളുന്നു. കൃത്യമായ വീഡിയോ തെളിവുകളുണ്ട്, എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഈ പൂർവ്വ വിദ്യാർത്ഥികൾ ഈ ഹോസ്റ്റലിലേക്ക് എത്തുന്നതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഈ നിലവിൽ പോലീസ് അടക്കം പറയുന്നത്. അവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം വിപുലമാക്കാനാണ് നിലവിൽ തീരുമാനം. കൂടുതൽ അറസ്റ്റും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. വിജയകുമാർ, അതിൽ വിഷ്ണു, ഇപ്പോൾ ഒരു KSU നേതാവ് പറയുന്നത് അല്ലെങ്കിൽ അയാൾ ഓടിയില്ല, അയാൾ ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല എന്ന ഒരു പ്രവർത്തകൻ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഓടിയെങ്കിൽ ഇപ്പോഴിതാ ഇവിടെ ഉണ്ടല്ലോ, എന്നെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. അയാൾ KSU പ്രവർത്തകനാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അയാളെ ഇപ്പോൾ പോലീസിന് അറസ്റ്റ് ചെയ്യാമല്ലോ, പോലീസിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടല്ലോ, അയാൾ മാധ്യമങ്ങൾക്ക് മുന്നിലാണല്ലോ സംസാരിക്കുന്നത്. അത് ആദിലാണ്. KSUവിന്റെ മുൻ ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ മത്സരിച്ച ഒരാളാണ് ആദിൽ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതായിരുന്നു SFIയുടെ പ്രധാനപ്പെട്ട ആരോപണം. ആദിലും ആകാശും ഈ 1 കിലോ കഞ്ചാവ് പിടികൂടിയ റൂമിലാണ് ഇവരും താമസിച്ചിരുന്നത്. പക്ഷേ ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് ആദിൽ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ആദിൽ പറയുന്നു. താൻ പുറത്തായിരുന്നു, താൻ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ക്യാമ്പസിലേക്ക് വരേണ്ടതില്ലായിരുന്നു, ഒളിവിൽ കഴിയാമായിരുന്നു. പക്ഷേ ഇതുവരെ പോലീസിൽ നിന്നൊരു എൻക്വയറിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളോ തന്നോട് തേടിയിട്ടില്ല. ഏത് അന്വേഷണത്തെയും നേരിടാൻ താൻ തയ്യാറാണ്. പോലീസുമായി സംസാരിക്കുമ്പോൾ ഇതിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായും. സ്വാഭാവികമായി ആകാശും ആദിലും താമസിക്കുന്ന മുറിയിൽ നിന്ന് 1 കിലോ കഞ്ചാവ് പിടികൂടുമ്പോൾ ആ മുറിയിൽ കൂടുതൽ
മുറിയിൽ താമസിച്ചിരുന്ന മറ്റൊരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതാണ്. അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. പോലീസുമായി സംസാരിക്കുമ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. പക്ഷേ ഇതുവരെ ആദിലിനെ പിടികൂടാനോ ആദിലിനെ പ്രതി ചേർക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ വിശദമായ ഒരു അന്വേഷണത്തിന് ശേഷമായിരിക്കും ആ തീരുമാനത്തിലേക്ക് കടക്കുക. ആകാശ് ആദിലിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ ആ അറസ്റ്റ് കൂടി ഉണ്ടാകും. വിജയകുമാർ. യെസ്, കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ട്. വിശദാംശങ്ങളാണ് വിഷ്ണു സുരേഷ് പങ്കുവച്ചത്. ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ പറയുന്നതൊക്കെ പോലീസ് പൂർണ്ണമായും തള്ളുകയാണ്. അവരുടെ പക്കൽ തെളിവുണ്ട്, ഇത് മുഴുവൻ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസ് വളരെ ആസൂത്രിതമായി തന്നെയാണ് ആ റെയ്ഡിനെത്തിയത്. അതുകൊണ്ട് അവർ പിന്നീട് ഈ ആക്ഷേപങ്ങൾ പഴികേൽക്കലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്, ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും ഒരുപക്ഷെ ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട നിയമ നടപടി നടക്കുമ്പോൾ കോടതിയിലേക്കൊക്കെ എത്തുക. സംഘടന ഏതാണെങ്കിലും ലഹരിയെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടുമെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ്. കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് വേട്ടയിലാണ് മന്ത്രിയുടെ പ്രതികരണം. ലഹരിമരുന്ന് മാഫിയയുടെ കണ്ണിയായി SFI മാറുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. ഈ മയക്കുമരുന്ന് കണ്ണികൾ തകർക്കുന്നതിനും ഈ ശക്തികളെ അടിച്ചമർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പോലീസും എക്സൈസും ഏകോപിതമായ രീതിയിൽ നടത്തുന്നത്. ധാരാളം കേസുകൾ പിടിച്ചിട്ടുണ്ട്, ധാരാളം മയക്കുമരുന്ന് കണ്ടെടുത്തിട്ടുണ്ട്, അനേകം പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. ഒരു ദയാദാക്ഷിണ്യവും അക്കാര്യത്തിലുണ്ടാവില്ല. വിദ്യാർത്ഥികൾക്കിടയിലുണ്ടാകുന്ന അരാജക പ്രവണത അത് ചിലപ്പോൾ ചില സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരിലും ഉണ്ടാവാമെന്ന് മാത്രമേ ഉള്ളൂ. ഏത് സംഘടനയിലെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളവരുണ്ടോ, ഏതെങ്കിലും കൊടി പിടിച്ചിട്ടുള്ളവരുണ്ടോ എന്നതൊന്നും വിഷയമല്ല. ഒരു തരത്തിലുമുള്ള ഇളവും ഉണ്ടാവില്ല. ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഇത്തരം ശക്തികളെ അമർച്ച ചെയ്യുക തന്നെ ചെയ്യും. കളമശ്ശേരി പോളിടെക്നിക്കിൽ പരിശോധന നടത്തിയപ്പോൾ അതിൽ യൂണിയൻ ഭാരവാഹികളെ SFI നേതാക്കളും അടക്കമുള്ള ആളുകളാണ് അതിൻ്റെ അകത്ത് അപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഹോസ്റ്റലുകളിൽ, കോളേജുകളിൽ ലഹരി മരുന്ന് വിപണനത്തിന്റെ കണ്ണിയായി SFI മാറിയിരിക്കുകയാണ്. ഇപ്പൊ പൂക്കോട് സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു സംഘം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആർക്കറിയില്ലാത്തത്? അതിൽ SFI നേതാക്കളുണ്ട്. ഹോസ്റ്റലിലൊക്കെ ഇല്ലാത്ത ആളുകൾ അവിടെ പഠിച്ചു പോയവരും അവിടെ ക്യാമ്പ് ചെയ്യാണ്. മയക്കുമരുന്നിന് കാശ് ചോദിച്ചില്ലെങ്കിൽ കുട്ടികളെ റാഗ് ചെയ്യാണ്. ഇതാദ്യമായെല്ലാം കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്ന് കഞ്ചാവ് പിടികൂടുന്നത്. മുമ്പ് നടത്തിയ പരിശോധനയിൽ ക്യാമ്പസിൽ നിന്ന് കഞ്ചാവുമായി പൂർവ്വ വിദ്യാർത്ഥിയെ പിടികൂടിയിരുന്നു. ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് കഞ്ചാവ് ഉപയോഗിക്കുന്നത് അധ്യാപകർ ഉൾപ്പെടെയുള്ളവർക്ക് അറിയാമെങ്കിലും പരിശോധന നടത്താൻ വിദ്യാർത്ഥികൾ സമ്മതിക്കാറില്ല. കഴിഞ്ഞ വർഷം എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് 100 ഗ്രാം കഞ്ചാവുമായി പൂർവ്വ വിദ്യാർത്ഥിയെ കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് പിടികൂടിയത്. വിദ്യാർത്ഥികൾക്കൊപ്പം കഞ്ചാവ് ഉപയോഗിക്കാൻ എത്തിയതായിരുന്നു ഇയാൾ. കോളേജിനുള്ളിൽ കഞ്ചാവും മറ്റ് നിരോധിത ലഹരി വസ്തുക്കളും നിർബാധം ഉപയോഗിക്കുന്നുവെന്ന വിവരം അധ്യാപകർക്കും ഹോസ്റ്റൽ വാർഡനുമടക്കം അറിയാമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. എന്നാൽ യൂണിയനെ പേടിച്ച് അധ്യാപകരും മറ്റ് ജീവനക്കാരും മൗനം പാലിക്കുകയാണ്. അധ്യാപകർക്ക് പോലും ഹോസ്റ്റലിനുള്ളിൽ പ്രവേശനമില്ല. ഇത് തൊട്ടടുത്തുള്ള കളമശ്ശേരി പോലീസിന് അറിയാമെങ്കിലും രാഷ്ട്രീയ സ്വാധീനത്തെ ഭയന്ന് പോലീസും യാതൊരു പരിശോധനകളും നടത്താറില്ല. ഇതര സംസ്ഥാനക്കാരിൽ നിന്നാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കഞ്ചാവ് ഹോസ്റ്റലിൽ വാങ്ങി സൂക്ഷിക്കാറുള്ളത്. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കോളേജിനുള്ളിൽ ഒതുക്കപ്പെട്ട പരാതികൾ നിരവധിയാണ്. എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഇത്രയും ക്വാണ്ടിറ്റി കഞ്ചാവൊന്നും ലഭിച്ചതായിട്ടൊന്നുമില്ല. മൈനർ ക്വാണ്ടിറ്റികളൊക്കെ സാധാരണ ക്യാമ്പസിൽ കിട്ടുന്ന പോലെ തന്നെ ഇവിടെ കാണാറുണ്ട്. പക്ഷേ ഇത് ഞങ്ങളുടെ മീറ്റിങ്ങുകളിലുമൊക്കെ ഇതുപോലുള്ള സംഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അത് നിങ്ങളറിയാതെ തന്നെ നമ്മളെ ഇത്തരം നടപടികളിലേക്കൊക്കെ എത്തിക്കാനായിട്ടുള്ള സമ്മർദ്ദം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലും സർക്കാർ തലത്തിലും പോലീസ് ഇതുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ലഹരി ഉപയോഗത്തെ എതിർത്താൽ കായികമായി ആക്രമിക്കപ്പെടുമെന്ന പേടി മറ്റു വിദ്യാർത്ഥികൾക്കുമുണ്ട്. അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയാൽ കൂടുതൽ പേർ കേസിൽ പ്രതികളാകുമെന്നും ഉറപ്പാണ്. 24 കൊച്ചി. ഇടുക്കി അടിമാലിയിൽ 2 കിലോ കഞ്ചാവുമായി 19-കാരൻ പിടിയിലായി. രാജാക്കാട് സ്വദേശി അഭിനന്ദാണ് അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായത്. പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്തിക്കുന്ന കഞ്ചാവാണ് ചില്ലറ വിൽപ്പനയ്ക്കായി അഭിനന്ദ് കടത്തിയത്. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പരാതികളിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ. ഇന്നലെ രാത്രിയിൽ ഇരുമ്പുപാലത്ത് നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ബൈക്കും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. വയനാട് സുൽത്താൻ ബത്തേരിയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ കഞ്ചാവ് അടങ്ങിയ മിഠായി പ്രചരിക്കുന്നു എന്ന് കണ്ടെത്തൽ. കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് വഴിയാണ് മിഠായി വാങ്ങിയത് എന്നും കസ്റ്റഡിയിലായ വിദ്യാർത്ഥി സമ്മതിച്ചു. കഞ്ചാവ് അടങ്ങിയ മിഠായി പ്രചരിക്കുന്നതായി പോലീസിന് സൂചനകളുണ്ടായിരുന്നു. തുടർന്ന് കോളേജുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി ബത്തേരി പോലീസ്. വിദ്യാർത്ഥികൾ കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ സംശയം തോന്നിയതോടെ പോലീസ് ഇവരെ പരിശോധിച്ചു.
ഇവരിൽ നിന്നാണ് കഞ്ചാവടങ്ങിയ മിഠായി പിടിച്ചെടുത്തത്. ഇതാര് നൽകിയെന്ന ചോദ്യത്തിന് മറ്റൊരു വിദ്യാർത്ഥിയിലേക്കാണ് അന്വേഷണം എത്തിയത്. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് വഴിയാണ് ഇത് ലഭിച്ചതെന്ന് വിദ്യാർത്ഥി പോലീസിന് മൊഴി നൽകി. 2 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഇത്തരം മിഠായികൾ അപകടകരമാണെന്നും രക്ഷിതാക്കളും അധ്യാപകരും ജാഗ്രത പാലിക്കണമെന്നും പോലീസ് നിർദ്ദേശം നൽകി. 24 വയനാട്. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24ന്റെ ക്യാമ്പയിൻ അരുത് അക്രമം അരുത് ലഹരി മറ്റന്നാൾ തുടക്കമാകും. 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ മാധ്യമരംഗത്ത് 40 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ മയക്കുമരുന്ന് കേസുകളുടെ ഞെട്ടിക്കുന്ന കണക്കുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടിലേക്ക്. സമീപ വർഷങ്ങളായി ലഹരി മാഫിയ കേരളത്തിൽ പിടിമുറുക്കുകയാണ്. മയക്കുമരുന്ന് കേസുകളിൽ ഗണ്യമായ വർധനവാണ് ഇക്കാലയളവിൽ ഉണ്ടായത്. NDPS ആക്ടിന് കീഴിൽ 2020 4968 കേസുകളാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ 2021 5695 2022 26619 2023 30697 2024 27530 കേസുകളുടെ എണ്ണം ഉയർന്നു. 2025 ജനുവരിയിൽ മാത്രം കേരളത്തിൽ ഏകദേശം 2000 NDPS കേസുകൾ രജിസ്റ്റർ ചെയ്തു. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിൽ എറണാകുളം ജില്ലയാണ് സംസ്ഥാനത്ത് മുൻപന്തിയിൽ. 2023 ജനുവരി 1-നും 2024 ജൂൺ 1-നും ഇടയിൽ ജില്ലയിൽ 8567 NDPS കേസുകൾ രജിസ്റ്റർ ചെയ്തു. 5906 കേസുകളുമായി മലപ്പുറവും 5385 കേസുകളുമായി കോഴിക്കോടും 2-3 സ്ഥാനങ്ങളിലുണ്ട്. കൗമാരക്കാർക്കിടയിലെ മയക്കുമരുന്ന് ഉപയോഗ കേസുകളിൽ 82% കഞ്ചാവുമായി ബന്ധപ്പെട്ടതാണ്. ഇവരിൽ 75.66% പേർ സിഗരറ്റ് വലിച്ചിരുന്നവരാണെന്നും മാനസിക സമ്മർദ്ദം നേരിട്ടപ്പോഴാണ് ഇവരിൽ 35.16% പേർ മയക്കുമരുന്നിലേക്ക് തിരിഞ്ഞതെന്നുമാണ് കണ്ടെത്തൽ. LSD, MDMA ഉപയോഗവും യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു. ഒളിപ്പിച്ചുവെക്കാൻ എളുപ്പമാണെന്നതും ഉപയോഗിച്ചവരെ കണ്ടെത്തുക ബുദ്ധിമുട്ടാണെന്നതും ഇവയുടെ ഉപയോഗം വ്യാപകമാക്കി. ഇതിനു പുറമെ കൊക്കെയിൻ, ഹെറോയിൻ, ഹാഷിഷ് എന്നിവയും സംസ്ഥാനത്തെ പരിശോധനകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വർഷം ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ കേരളത്തിൽ നടന്ന 63 കൊലപാതകങ്ങളിൽ 30 എണ്ണം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതാണെന്ന് പോലീസ് പറയുന്നു. റിസർച്ച് ഡെസ്ക് 24. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസിൽ CPM നേതാവ് കെ രാധാകൃഷ്ണൻ MPയെ ചോദ്യം ചെയ്യാൻ ഉറച്ച് ED. കെ രാധാകൃഷ്ണൻ ഹാജരാകാൻ ആവശ്യപ്പെട്ട് വീണ്ടും നോട്ടീസ് അയക്കാനാണ് EDയുടെ തീരുമാനം. ഏത് അന്വേഷണത്തെയും നേരിടാൻ ഭയമില്ലെന്നും പാർലമെന്റ് നടപടികൾ നടക്കുന്നതിനാൽ തൽക്കാലം EDക്ക് മുന്നിൽ ഹാജരാകാൻ കഴിയില്ല എന്നും കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. കെ രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് CPIM ബാങ്ക് അക്കൗണ്ടുകളിൽ നടന്ന ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ നീക്കം. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഭൂമിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഹാജരാക്കാൻ ED കെ രാധാകൃഷ്ണനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തൽക്കാലം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്ന് കെ രാധാകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട്. പാർലമെന്റ് നടപടികൾ പുരോഗമിക്കുന്നതിനാൽ എത്താനാകില്ല എന്നാണ് കത്തുമുഖേന അറിയിച്ചത്. ഇതിനിടെ എതിരാളികളെ എങ്ങനെ അമർച്ച ചെയ്യണമെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നതെന്ന് കെ രാധാകൃഷ്ണൻ MP പ്രതികരിച്ചു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എതിരാളികളെ എങ്ങനെയൊക്കെ അമർച്ച ചെയ്യാൻ കഴിയും അത്രമാത്രമാണ്. EDക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നതൊന്നും നമുക്കെതിരല്ല. പക്ഷേ ഏകപക്ഷീയമായിട്ട് തങ്ങൾക്കെതിരായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും ഇല്ലാതാക്കുക എന്നുള്ള ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. അത് ഇവിടെ മാത്രമല്ല, ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഉള്ള കാര്യമാണ്. അതേസമയം ചോദ്യം ചെയ്യലിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ED വൃത്തങ്ങൾ വ്യക്തമാക്കി. കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്ന് കാണിച്ച് ED രാധാകൃഷ്ണന് വീണ്ടും സമൻസ് അയക്കും. കരുവന്നൂർ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് ED നീക്കം. 24 തിരുവനന്തപുരം. വയനാട് DCC ട്രഷറർ ആയിരുന്ന NM വിജയന്റെ ആത്മഹത്യയിൽ KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ മൊഴിയെടുക്കാനൊരുങ്ങി പോലീസ്. ബത്തേരി DYSP അബ്ദുൾ ഷരീഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് മൊഴി രേഖപ്പെടുത്തുക. ആത്മഹത്യയ്ക്ക് മുമ്പ് NM വിജയൻ കെ സുധാകരൻ അയച്ച കത്തിനെ പറ്റി ചോദിച്ചറിയും. സാമ്പത്തിക ബാധ്യതയെപ്പറ്റിയും ബത്തേരി അർബൻ ബാങ്കിലെ നിയമന ക്രമക്കേടുകളെ പറ്റിയും NM വിജയൻ കത്തിൽ വിശദീകരിച്ചു. രാജ്യത്തിന്റെ ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറാണ് RSS എന്നാവർത്തിച്ച് തുഷാർ ഗാന്ധി. ഇപ്പോൾ രാജ്യത്തിനകത്തുള്ള ശത്രുക്കളെ എതിർക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തേക്കാൾ ദുഷ്കരമാണെന്നും തുഷാർ ഗാന്ധി പറഞ്ഞു. തുഷാർ ഗാന്ധിക്കെതിരെ BJP നേതാവ് V മുരളീധരൻ രംഗത്തെത്തി. ഗാന്ധിജിയുടെ പിന്തുടർച്ചക്കാർ ആയതുകൊണ്ട് മാത്രം ആ ഗുണം കിട്ടണമെന്നില്ല എന്ന് V മുരളീധരൻ പറഞ്ഞു. തുഷാർ ഗാന്ധിക്കുള്ള പിന്തുണ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. And continue to fight against them
and continue to call upon my friends to join this fight to save our nation. This is a fight which is even more essential than the freedom fight, because for freedom we were fighting with external enemies. Today, unfortunately, we have to fight with internal enemies. അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് അദ്ദേഹത്തെ ഒരു തരത്തിലുള്ള ദേഹബോധവും ഏൽപ്പിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. അവരാരും ഒരു തരത്തിലുള്ള അക്രമത്തിനും മുതിർന്നിട്ടില്ല. അവരാരും അവരുടെ വഴിയും തടഞ്ഞിട്ടില്ല. ഈ തുഷാർ ഗാന്ധി എന്ന് പറയുന്ന ആൾ ഗാന്ധിജിയെ വിറ്റ് കാശാക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് എത്ര വില കൽപ്പിക്കണം എന്നുള്ളത് ഈ രാജ്യത്ത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. MDMA കേസിൽ 2 ടാൻസാനിയ സ്വദേശികളെ കേരള പോലീസ് പഞ്ചാബിൽ നിന്ന് പിടികൂടി. കുന്നമംഗലം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ ഉടൻ കോഴിക്കോട് എത്തിക്കും. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി കോഴിക്കോട് വന്ന് ചേരും. ദീപക്, ഇത് ഏത് കേസിലാണ് ഈ ടാൻസാനിയൻ സ്വദേശികളെ പിടികൂടിയിരിക്കുന്നത്? ഇവരുടെ പങ്കെന്താണ്? ഇവർ അന്താരാഷ്ട്ര ലഹരി ശൃംഖലയിലെ പ്രധാനികളാണോ? പിടിയിലായിരിക്കുന്ന വിദേശ പൗരന്മാർ രണ്ടുപേരും. വിജയകുമാർ, ഇതൊരു ചെറിയ കേസല്ല. ഒരുപക്ഷെ കേരളത്തിൽ ഇതിനകം കണ്ടെത്തിയ ഡ്രഗ് മാഫിയ കേസിലെ ഒരു നിർണായക കേസാണിത്. അതായത് അന്താരാഷ്ട്ര ഡ്രഗ് മാഫിയ റൂട്ടുണ്ട്. ആ റൂട്ടിലെ ഒരു 2 ഓപ്പറേറ്റേഴ്സിനെയാണ് പഞ്ചാബിൽ വെച്ച് പിടികൂടിയത്. അതായത് കേരള പോലീസിനെ ഒരു നേട്ടമായി നമുക്കിതിനെ കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോഴിക്കോട് സിറ്റി പോലീസ് കഴിഞ്ഞ ജനുവരിയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസാണിത്. ജനുവരി 21-ാം തീയതി കുന്നമംഗലത്തെ ഒരു പോലീസ് ലിമിറ്റിൽ കാരന്തൂരിലെ ഒരു ഹോട്ടലിൽ നിന്നും MDMA പിടികൂടുന്നു. 222 ഗ്രാം MDMA ആണ് പിടികൂടിയത്. അതിൽ 2 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷം ഇതിൻ്റെ ഉറവിടം അന്വേഷിച്ചുള്ള യാത്രക്കിടയിൽ പോലീസിന് വളരെ നിർണായകമായ ചില വിവരങ്ങൾ ലഭിക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ T. നാരായണൻ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ ഉമേഷ്, ഇവരുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ പുറകെ തന്നെ കൂടി അങ്ങനെ പോലീസിൻ്റെ സൈബർ സെൽ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ഒടുവിലാണ് ഇത് പഞ്ചാബിലേക്ക് എത്തുന്നത്. പഞ്ചാബിൽ നിന്നാണ് ഈ ഡ്രഗ് മാഫിയ സംഘം കേരളത്തിലേക്ക് വലിയ തോതിൽ ഡ്രഗ് ഒഴുക്കുന്നത് എന്ന വിവരം ലഭിക്കുന്നു. അങ്ങനെ പഞ്ചാബിൽ നേരിട്ട് കേരള പോലീസ് പോയി അവിടെ നിന്നാണ് ടാൻസാനിയ സ്വദേശികളായ 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരെ ഇപ്പോൾ വിമാനമാർഗത്തിൽ കരിപ്പൂരിലേക്ക് പഞ്ചാബിൽ നിന്നും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ, അതുപോലെ DCP തുടങ്ങിയ മുതിർന്ന ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ ഈ പ്രതികളെ ചോദ്യം ചെയ്യും. ഏതാണ്ട് 3 മണിയോടുകൂടി ഇവർ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തും. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും അവരെ സിറ്റി പോലീസ് എടുത്ത് അവരെ ചോദ്യം ചെയ്തതിന് ശേഷം കോടതിയിൽ ഹാജരാക്കും. ഒരുപക്ഷെ കേരളത്തിലെ വിവിധ നഗരങ്ങളിലേക്ക് ഈ MDMA ഉൾപ്പെടെയുള്ള രാസലഹരി ഒഴുക്കുന്നതിൻ്റെ നിർണായക വിവരങ്ങൾ ചിലപ്പോൾ ഈ ടാൻസാനിയ ഈ 2 പേരിൽ നിന്നും, അതായത് ഇവർ വലിയ ഡ്രഗ് മാഫിയ, അന്താരാഷ്ട്ര ഡ്രഗ് മാഫിയ സംഘത്തിൽപ്പെടുന്നവരാണ് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമല്ലേ, പ്രത്യേക കാര്യം ഇവർക്ക് ഭാഷാ പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഷാ വിദഗ്ധരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കണം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇതിൻ്റെ FIR ആണ്. അതായത് കുന്നമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ്. ആ കേസിൽ 2 മലയാളികളെ പിടികൂടുന്നു. സാധാരണഗതിയിൽ ഈ പിടികൂടിയവരിൽ കേസ് അന്വേഷണം അവസാനിക്കും. പക്ഷേ എന്നാൽ ഉറവിടത്തിലേക്ക് അന്വേഷിച്ചപ്പോൾ അത് രാജ്യാന്തര ഡ്രഗ് മാഫിയയിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. അവരെയാണ് പിടികൂടി അല്പസമയത്തിനകം കരിപ്പൂരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. വിജയകുമാർ, ദീപക്, ഇവരെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത്? അതിന്റെ എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിലുണ്ടോ? സാധാരണ ഈ കേരളത്തിന് പുറത്ത്, പ്രത്യേകിച്ച് പഞ്ചാബിലൊക്കെ കേരള പോലീസ് എത്തി ഈ ലഹരി മാഫിയ സംഘത്തിലെ 2 പേരെ അറസ്റ്റ് ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. സാഹസികമായി ഒരു ഇടപെടൽ വേണ്ടി വന്നോ ഇവരുടെ അറസ്റ്റിന്? ആ നിലയിൽ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ ദീപക്? വിവരങ്ങൾ വളരെ ശാസ്ത്രീയമായി കേരള പോലീസ് നീങ്ങി. അതായത് സിറ്റി പോലീസ് കമ്മീഷണർ T. നാരായണൻ അവിടെ ഉള്ള ബാച്ച്മേറ്റ് ഉൾപ്പെടെയുള്ള IPS ഉദ്യോഗസ്ഥരെയും മറ്റും ബന്ധപ്പെട്ടു. നമ്മുടെ കേരളത്തിലെ ചില ഉദ്യോഗസ്ഥർ അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു. അങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടക്കുന്നത്. മാത്രമല്ല, പഞ്ചാബിന് ഒരു വലിയ ചരിത്രമുണ്ട്. പഞ്ചാബ് വളരെ ഇന്ത്യയുടെ കാർഷിക സമൃദ്ധിയുടെ, ഒരുപക്ഷെ സൈനികരുടെ ശക്തിയുള്ള ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനം രാസലഹരിക്ക് അടിമപ്പെട്ട് ഒരു മേഖല മുഴുവൻ നശിച്ചു പോയതൊക്കെ ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഒരുപക്ഷെ ഈ ഡ്രഗ് മാഫിയയുടെ ഇടപെടൽ ഒരു സംസ്ഥാനത്തിൻ്റെ യുവത്വത്തെ എങ്ങനെ നശിപ്പിക്കും? മാത്രവുമല്ല, കേരളത്തിലേക്ക് ഡ്രഗ് ഒഴുകുന്നതിൽ ഗോവ പോലെ തന്നെ പഞ്ചാബിന് പങ്കുണ്ട് എന്ന വിവരങ്ങളും ചില IB റിപ്പോർട്ടും അതുപോലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ റിപ്പോർട്ടുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുന്നമംഗലം കേസിൽ ഈ 2 പേരെ, കോഴിക്കോട്ടുള്ള 2 പേരെ അറസ്റ്റ് ചെയ്ത് ആ കേസ് അവസാനിപ്പിക്കാതെ കോഴിക്കോട് സിറ്റി പോലീസ് ഇതിൻ്റെ തുടർ അന്വേഷണത്തിലേക്ക് കടന്നു. അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ പല സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങി. ഒടുവിൽ ഇവരുടെ മൂവ്മെൻറ്റിൽ പഞ്ചാബ് ലഭിക്കുന്നു. അങ്ങനെ പഞ്ചാബിലേക്ക് കോഴിക്കോട് സിറ്റി പോലീസ് എന്നുള്ള സ്ക്വാഡ് ഉൾപ്പെടെ SI ഉൾപ്പെടെ CI ഉൾപ്പെടെയുള്ള സംഘം പഞ്ചാബിലേക്ക് പോയി ഇവരെ കീഴ്പ്പെടുത്തുകയായിരുന്നു.
മാത്രവുമല്ല ഇവർ ഈ രാജ്യാന്തര പ്രശ്നമായതുകൊണ്ട് തന്നെ ചില പ്രോട്ടോക്കോളുകൾ പാലിക്കേണ്ടതുണ്ട്, എംബസി വിഷയങ്ങളുണ്ട്. കുറ്റകൃത്യം വലിയ കുറ്റകൃത്യമായതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കണക്കിലെടുക്കാതെ നിയമം പാലിച്ചുകൊണ്ട് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ വിമാനത്തിൽ കരിപ്പൂരിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് വിജയകുമാർ. യെസ്, ഈ പ്രതികളെ കോഴിക്കോടേക്ക് എത്തിക്കും. വളരെ വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. ദീപക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലേക്ക് ലഹരി ഒഴുകുന്ന വഴികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളിൽ രണ്ടുപേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എന്നാണ് പ്രാഥമിക വിവരം. അതിൽ സമഗ്രമായ ചോദ്യം ചെയ്യലിലൂടെ ആയിരിക്കും ഈ ടാൻസാനിയൻ പൗരന്മാരുടെ പങ്കെന്താണ്, ഇവർ ആരിൽ നിന്നാണ് ലഹരി കേരളത്തിലേക്ക് എത്തിക്കുന്നത്, അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ലഭിക്കും. വളരെ നിർണായക അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ ലഹരി പിടികൂടാൻ സഹായകമായത് വിദ്യാർത്ഥികളും കോളേജ് യൂണിയനും ചേർന്ന് രൂപീകരിച്ച വി ക്യാൻ എന്ന സംഘടനയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ലഹരിക്കെതിരെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോളേജ് യൂണിയനിലെ വിദ്യാർത്ഥികളും മറ്റു വിദ്യാർത്ഥികളും എല്ലാം ചേർന്നുകൊണ്ട് ഒരു പ്രത്യേക സംഘടന അവിടെ രൂപീകരിച്ചിരുന്നു. ക്യാമ്പസ് അഗൈൻസ്റ്റ് നാർക്കോട്ടിക്സ്, വി ക്യാൻ എന്നാണ് ആ സംഘടനയുടെ പേര്. അവരുടെ സംവിധാനത്തിൻ്റെ പരിശോധനയുടെ ഭാഗമായിട്ട് അവർക്ക് ലഭ്യമായ അറിവ് അപ്പം തന്നെ സ്ഥാപന മേധാവിക്ക് കൈമാറിയതിൻ്റെ ഭാഗമായി പോലീസിലും എക്സൈസിലും അറിയിക്കുകയുണ്ടായി. പോലീസും എക്സൈസും എല്ലാം ആ സന്ദർഭത്തിൽ വിജിലൻ്റായിട്ട് അവിടെ പരിശോധന നടത്തി അവിടെ ഹോളി ആഘോഷത്തിന് വേണ്ടി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അവിടെ വച്ചിരുന്ന ലഹരി പിടിച്ചെടുക്കുകയുണ്ടായി. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. സംസ്ഥാനത്ത് റേഷനരിക്കും പഞ്ചസാരയ്ക്കും അടക്കം വില കൂട്ടണമെന്ന് സർക്കാരിന് ശുപാർശ. റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണം ഉൾപ്പെടെ പഠിക്കാൻ നിയോഗിച്ച സർക്കാർ സമിതിയുടേതാണ് ഈ ശുപാർശ. സംസ്ഥാനത്ത് 4000-ഓളം റേഷൻ കടകൾ പൂട്ടി. ബാക്കി കടകളിൽ വിൽപ്പന കൂട്ടാൻ അവസരമൊരുക്കണമെന്നും സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മുൻഗണനേതര വിഭാഗത്തിൽ നീല റേഷൻ കാർഡിൽ അരിവില കിലോയ്ക്ക് 4 രൂപയിൽ നിന്ന് 6 രൂപയാക്കണമെന്നാണ് ശുപാർശ. സബ്സിഡി ഇനത്തിൽ ലഭിക്കുന്ന പഞ്ചസാരയ്ക്കും വില വർദ്ധിപ്പിക്കാൻ നിർദ്ദേശമുണ്ട്. ഇതിലൂടെ വ്യാപാരികൾക്കുള്ള കമ്മീഷൻ തുക കണ്ടെത്താമെന്നാണ് വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം. സംസ്ഥാനത്തെ 13,872 റേഷൻ കടകൾ 10,000-ആയി കുറയ്ക്കാനുള്ള ശുപാർശയും റിപ്പോർട്ടിലുണ്ട്. ഒരു കടയിൽ 800 കാർഡ് ഉടമകളെങ്കിലും എത്തുന്ന രീതിയിൽ എണ്ണം ക്രമീകരിക്കണമെന്നാണ് ശുപാർശ. വിൽപ്പനയുടെ തോതനുസരിച്ചുള്ള കമ്മീഷൻ നിരക്കുകളും നിർദ്ദേശിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത് റേഷനിംഗ് കൺട്രോളർ, സിവിൽ സപ്ലൈസ് വകുപ്പിലെ വിജിലൻസ് ഓഫീസർ, ലോ ഓഫീസർ എന്നിവരടങ്ങുന്ന സമിതിയാണ്. തെക്കൻ ജില്ലകളിലെ റേഷൻ കടകളുടെ എണ്ണം വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് കൂടുതലാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വ്യാപാരികൾ 70-ാം വയസ്സിൽ വിരമിക്കുമ്പോൾ പകരം മറ്റൊരാൾക്ക് കട അനുവദിക്കരുത്. മാസം 15 ക്വിന്റലിൽ താഴെ മാത്രം വിൽപ്പനയുള്ള 85 കടകൾ നിലനിർത്തണമോ എന്ന് പരിശോധിക്കണം. ഒരു ലൈസൻസിയുടെ കീഴിൽ അധിക ചുമതലയുള്ള മറ്റു കടകളെ ലയിപ്പിക്കണമെന്നും ശുപാർശയുണ്ട്. റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയാണ് ശുപാർശ സർക്കാരിന് സമർപ്പിച്ചത്. 24 തിരുവനന്തപുരം. ഇടുക്കി പരുന്തുംപാറ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി CPIM. സർക്കാർ ഭൂമിയിൽ കുരിശു നിർമ്മിച്ചുള്ള കയ്യേറ്റങ്ങൾ ഉൾപ്പെടെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ അറിവോടെ എന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ആരോപിച്ചു. കയ്യേറ്റം സംരക്ഷിക്കാൻ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ മതശക്തികൾ നിലപാട് സ്വീകരിക്കണമെന്നും CV വർഗീസ് ആവശ്യപ്പെട്ടു. പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമിയിൽ കുരിശ് നിർമ്മിച്ചത് ഒറ്റ ദിവസം കൊണ്ടല്ല. കുരിശ് പൊളിച്ചു മാറ്റിയെങ്കിലും 20 അടിയുള്ള കുരിശ് നിർമ്മിച്ചത് CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ അറിവോടെയെന്നാണ് CPIM വിമർശനം. ജനങ്ങളെ സർക്കാരിനെതിരാക്കി റവന്യൂ ഉദ്യോഗസ്ഥർ വൻകിട കയ്യേറ്റക്കാരെ സഹായിക്കുകയാണ്. ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. അവിടെ നടന്നിട്ടുള്ള ഈ കയ്യേറ്റങ്ങൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണമായ പിന്തുണയും സഹായവും. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇതിനെല്ലാം കുടപിടിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും അന്വേഷണ വിധേയമായി നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പീരുമേട് താലൂക്കിലെ 5 സർവേ നമ്പറുകളിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് സാധാരണക്കാരെ വലയ്ക്കുന്നതെന്നാണ് CPIM വിലയിരുത്തൽ. അനധികൃത കയ്യേറ്റമുണ്ടെങ്കിൽ ഒഴിപ്പിക്കണം. ഇതിനു പകരം സാധാരണക്കാരെ ബാധിക്കുന്ന വിധത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ജില്ലാ ഭരണകൂടത്തിന്റെ വിവേകമില്ലായ്മയെന്നാണ് CPIM വിമർശനം. 24 ഇടുക്കി. കാസർഗോഡ് കാഞ്ഞങ്ങാട് വൻതോതിൽ വനഭൂമി കയ്യേറിയതായി ഇന്റലിജൻസ് റിപ്പോർട്ട്.
വനാതിർത്തിയിലുള്ള തോട്ടത്തിലേക്ക് വെള്ളം എത്തിക്കാനായി വനത്തിനുള്ളിൽ കുളം കുഴിക്കുകയും പൈപ്പുകൾ സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. ഭൂമി കയ്യേറ്റത്തിൽ 2 എസ്റ്റേറ്റ് മാനേജർമാരെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ ഉത്തരമേഖല CCF-നോട് വനമന്ത്രി AK ശശീന്ദ്രൻ റിപ്പോർട്ട് തേടി. കാഞ്ഞങ്ങാട് റേഞ്ചിലെ മരുതോം സെക്ഷനിൽ വൻതോതിൽ വനഭൂമി കയ്യേറിയതായാണ് വനം ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. വനാതിർത്തിയിലുള്ള തോട്ടത്തിലേക്ക് വെള്ളമെത്തിക്കാനായി വനത്തിനുള്ളിൽ 3 കുളങ്ങൾ നിർമ്മിക്കുകയും 5 കിലോമീറ്റർ ദൂരം ഭൂമി കുഴിച്ച് 1.5 ഇഞ്ച് വലുപ്പമുള്ള PVC പൈപ്പുകൾ സ്ഥാപിക്കുകയും ചെയ്തു. നിരവധി മരങ്ങൾ മുറിച്ചുകൊണ്ടുള്ള പൈപ്പിടലിന് 2 വർഷത്തെയെങ്കിലും പഴക്കമുണ്ടെന്നും കുടിവെള്ളമില്ലാതെ വന്യജീവികൾ കാടിന് പുറത്തിറങ്ങുന്ന സാഹചര്യമുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. തോട്ടത്തിൽ നിന്ന് 2 കിലോമീറ്റർ വനത്തിനുള്ളിലാണ് ആദ്യ കുളം. 3 മീറ്റർ വ്യാസത്തിലും 10 അടി ആഴത്തിലും നിർമ്മിച്ച കുളത്തിൽ വന്യമൃഗങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കില്ല. 5 കിലോമീറ്റർ അകലെ ഇതേ വിസ്താരത്തിൽ 2 കുളങ്ങൾ കൂടി കുഴിച്ചിട്ടുണ്ട്. 3 കുളങ്ങളിൽ നിന്നായാണ് 5 പൈപ്പുകൾ ഭൂമിക്കടിയിലൂടെ തോട്ടം വരെ എത്തിച്ചിരിക്കുന്നത്. തോട്ടത്തിൽ വലിയ കുളം നിർമ്മിച്ച് വെള്ളം അവിടെ ശേഖരിക്കുകയും ചെയ്യുന്നു. വനത്തിലെ കുളത്തിന്റെ അടിഭാഗത്താണ് പൈപ്പ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ പുറമെ നിന്ന് ഇത് കാണാനാവില്ല. തോട്ടത്തിലെ തൊഴിലാളികൾ ഇടയ്ക്കിടെ വനത്തിനുള്ളിൽ പ്രവേശിച്ച് കിണർ വൃത്തിയാക്കുന്നുണ്ടെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിലുണ്ട്. അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് റിപ്പോർട്ട് നൽകിയതോടെ എസ്റ്റേറ്റ് മാനേജർമാരായ 2 പേരെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ ഉത്തരമേഖല CCF-നോട് റിപ്പോർട്ട് തേടിയെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ 24-നോട് പറഞ്ഞു. അവർ തന്ന പ്രാഥമിക വിവരം അനുസരിച്ച് ഇങ്ങനെ പൈപ്പ് ലൈനിട്ടിട്ട് കൊണ്ടുപോകുന്ന നടപടി അവിടെ നടക്കുന്നുണ്ട്. അത് ജനുവരിയിൽ അവർ പരിശോധന നടത്തിയപ്പോൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പം വീണ്ടും ഈ സംഭവം ശ്രദ്ധയപ്പെട്ടതിനെ തുടർന്ന് അതിനെ പരിശോധിക്കാൻ ആളുകളെ നിയോഗിക്കാമെന്നാണ് ഉത്തരമേഖല CCF ദീപ മാഡം എന്നോട് പറഞ്ഞത്. വനഭൂമി കയ്യേറാൻ ഉദ്യോഗസ്ഥ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും വനം ഇന്റലിജൻസ് കണ്ടെത്തി. ഉത്തരമേഖല CCF-ന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവാനാണ് സാധ്യത. 24 കാസർഗോഡ്. തൃശൂർ പൂരത്തിന്റെ മുന്നൊരുക്കം ചർച്ച ചെയ്യാൻ തൃശൂരിൽ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അവലോകന യോഗം ചേർന്നു. വെടിക്കെട്ട് സംബന്ധിച്ച് കേന്ദ്ര ഉത്തരവിൽ വ്യക്തത തേടുമെന്ന് അവലോകന യോഗത്തിന് ശേഷം മന്ത്രി VN വാസവൻ പറഞ്ഞു. മെയ് 6-നാണ് തൃശൂർ പൂരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൂരം മുന്നൊരുക്ക യോഗത്തിന്റെ തുടർച്ചയായാണ് തൃശൂർ ജില്ലാ കളക്ടറേറ്റിലും യോഗം ചേർന്നത്. ദേവസ്വം മന്ത്രി VN വാസവന് പുറമെ മന്ത്രിമാരായ K രാജൻ, R ബിന്ദു, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയ ജനപ്രതിനിധികളും ദേവസ്വം ഭാരവാഹികളും വിവിധ വകുപ്പുകളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷം പോലീസുമായി ഉണ്ടായ തർക്കം ഒഴിവാക്കുന്നതിനായി ഇക്കുറി പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ചില ന്യൂനതകൾ കൂടി പരിഹരിക്കേണ്ടതുള്ളത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ സുപ്രധാനമായ തീരുമാനങ്ങളും ഇന്നെടുത്തു. കാര്യത്തിൽ ഒരു പോലീസും അതോടൊപ്പം തന്നെ ദേവസ്വം ഭാരവാഹികളുമായിരുന്ന ഒരു ചർച്ച ഒന്നുകൂടെ നടന്നിട്ട് ആ തർക്കം ഒഴിവാക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കും. രാത്രി എഴുന്നള്ളത്ത് സുഗമമായി നടത്തുന്നതിനുള്ള നടപടികളും ആലോചിച്ചുവെന്ന് മന്ത്രി K രാജൻ. രാത്രി പൂരത്തിന്റെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് പരമാവധി ചടങ്ങുകളിൽ ഒരു കുറവും വരുത്താത്ത വിധത്തിൽ സംവിധാനങ്ങൾ ഒരുക്കി എന്നാൽ വെടിക്കെട്ടിന് ആവശ്യമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാക്കുന്ന പ്ലാൻ ഉണ്ടാക്കണം എന്നാണ് തീരുമാനിച്ചത്. ഓരോ ദിവസവും ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം ഏകോപിപ്പിക്കുമെന്ന് മന്ത്രി R ബിന്ദു പറഞ്ഞു. പൂര ദിവസം ഉൾപ്പെടെ നമ്മുടെ ജനപ്രതിനിധികളാകെ അവിടെ ഉണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ഒഴിവാക്കാനുള്ള അങ്ങേയറ്റത്തെ ജാഗ്രത ഉണ്ടാവും. മെയ് 6-നാണ് ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരം. 4-ന് സാമ്പിൾ വെടിക്കെട്ട് നടക്കും. 24 തൃശൂർ. കോഴിക്കോട് ചേളന്നൂരിൽ അറവുശാലയിൽ നിന്ന് വിരണ്ടോടിയ പോത്തിന്റെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. ഗുരുതരമായി പരിക്കേറ്റ ഇസ്മായിൽ, ശേഖർ എന്നിവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവർക്കും കാലിനാണ് പരിക്കേറ്റത്. മണിക്കൂറുകൾ നീണ്ട പരിഭ്രാന്തിക്കൊടുവിലാണ് പോത്തിനെ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പിടിച്ചുകെട്ടിയത്. തൃശൂർ നന്ദിപുരം പയ്യൂർക്കാവിൽ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് ആനയെ തളച്ച സംഭവത്തിൽ ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ കേസെടുത്തു. സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനും ആനയെ തളച്ചതിനുമാണ് വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തത്. ക്ഷേത്രത്തിൽ വെടിക്കെട്ട് നടത്താൻ ക്ഷേത്ര ഭാരവാഹികൾക്ക് അനുമതി ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രി 7 മണിക്കാണ്
ക്ഷേത്രപറമ്പിൽ തളച്ച കൊമ്പൻ വിരണ്ടത്. പൂരം എഴുന്നള്ളിപ്പിനെത്തിയ 7-ൽ 2 ആനകളാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തളച്ചിരുന്നത്. ഇതിൽ ഒരാനയെ വെടിക്കെട്ടിന്റെ അവസാനത്തെ കൂട്ടപ്പൊരിച്ചിൽ നടക്കുന്ന സ്ഥലത്തിന്റെ 10 മീറ്റർ മാത്രം അകലെയായിരുന്നു നിർത്തിയിരുന്നത്. വെടിക്കെട്ടിന്റെ ശബ്ദവും ചൂടും അസഹനീയമായതോടെ പിന്തിരിയാൻ ശ്രമിച്ച ആന പിറകിൽ നിന്ന് പാപ്പാനെ പിൻകാലുകൊണ്ട് തട്ടി വീഴ്ത്തുകയായിരുന്നു. വെടിക്കെട്ട് കാണാൻ നിരവധി നാട്ടുകാരെത്തിയ സമയത്താണ് ആന വിരണ്ടത്. ആന ഓടാതിരുന്നതിനാൽ വലിയ അത്യാഹിതം ഒഴിവായി. സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനും ആനയെ സുരക്ഷിതമല്ലാതെ തളച്ചതിനുമാണ് കേസ്. കഴിഞ്ഞ മാസം കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞ് 3 പേർ മരിച്ചിരുന്നു. 24 തൃശൂർ. കോട്ടയത്ത് അമ്പാടി മഹാദേവൻ എന്ന ആനയുടെ കൊമ്പിന്റെ നീളം കുറയ്ക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്ന് പരാതി. കൊമ്പുകൾ വളർന്ന് കൂട്ടിമുട്ടിയതിനാൽ തീറ്റയെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആന. 1 വർഷം മുമ്പ് അപേക്ഷ നൽകിയിട്ടും വനം വകുപ്പ് തിരിഞ്ഞു നോക്കിയില്ല എന്നും പരാതിയുണ്ട്. 4 വർഷം മുൻപാണ് ആമ്പാടി മഹാദേവൻ എന്ന ആനയുടെ കൊമ്പിന്റെ നീളം കുറച്ചത്. അതിനുശേഷം ഇന്നേ വരെ കൊമ്പിന്റെ നീളം കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല. നീളം കൂടിയതോടെ ഇത് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പിന് ഉടമ അപേക്ഷ നൽകി. എന്നാൽ അളവെടുത്ത് മടങ്ങിയതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായില്ല. നിലവിൽ തീറ്റയെടുക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് ആന. കഴിഞ്ഞ വർഷം ആന മുറിക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തപ്പോഴത്തെ കാലം മതപ്പാടിലായിരുന്നു. അപ്പം മതപ്പാട് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ മുറിക്കാമെന്നായിരുന്നു പറഞ്ഞത്. ഇത്തവണ മതപ്പാട് കഴിഞ്ഞ് ഇറങ്ങിയിട്ടും അളവെടുത്തോണ്ട് പോവുകയല്ലാണ്ട് ഇതുവരെയായിട്ടും മുറിയുടെ കാര്യമൊന്നും നടന്നിട്ടില്ല. അവരോട് ചോദിക്കുമ്പോൾ പേപ്പർ വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. കോട്ടയത്ത് നോടി കൊല്ലത്ത് വന്നും കൊല്ലത്ത് നോടി തിരുവനന്തപുരത്ത് പോകണം. ഈ കൊടുത്തവരാരും ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ആനയുടെ കൊമ്പുകൾ വളർന്ന് പരസ്പരം ഉരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തല ഉയർത്താൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണെന്നാണ് പാപ്പാനടക്കമുള്ളവർ പറയുന്നത്. CCFന്റെ അനുമതി ലഭിക്കാത്തതാണ് നടപടി വൈകാനുള്ള കാരണമെന്നാണ് സൂചന. 24 കോട്ടയം. ശബരിമല തീർത്ഥാടകർക്കായി പ്രത്യേക ജീവൻ സുരക്ഷാ നിധി രൂപീകരിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തുന്ന തീർത്ഥാടകർക്ക് നിധിയിലേക്ക് സംഭാവന നൽകാം. പരമാവധി 5 രൂപയായിരിക്കും ഈടാക്കുക. വരുന്ന മണ്ഡലകാലം മുതൽ പുതിയ തീരുമാനം നടപ്പിലാക്കാനാണ് ദേവസ്വം ബോർഡ് ആലോചന. വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തുന്ന ഭക്തരിൽ നിന്ന് 5 രൂപ വെച്ച് ഈടാക്കും. താല്പര്യമുള്ളവർക്ക് മാത്രം പണമടയ്ക്കാം. നിധിയിലേക്ക് മറ്റു വിശ്വാസികളിൽ നിന്നും സംഭാവന സ്വീകരിക്കും. പുല്ലുമേട് ദുരന്തമുണ്ടായപ്പോൾ ഹൈക്കോടതി പുറപ്പെടുവിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പ്രത്യേക നിധി രൂപീകരിക്കാനാണ് കോടതി നിർദ്ദേശം. 2017 ഇതിനായി പ്രത്യേക അക്കൗണ്ട് എടുത്തെങ്കിലും മുന്നോട്ടു പോയില്ല. പുതിയ തീരുമാനം നടപ്പിലാക്കാനുള്ള ശുപാർശ ബോർഡ് സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചു. സർക്കാർ അനുമതി കൂടി ലഭിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. അതേസമയം മീനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണി മുതലാണ് ഭക്തർക്ക് ദർശനം ലഭിക്കുക. പുതിയ ദർശന ക്രമീകരണം ഇന്നു മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. 18ാം പടി കയറി വരുന്ന ഭക്തരെ മേൽപ്പാലം ഒഴിവാക്കി നേരിട്ട് ദർശനത്തിനെത്തിക്കുന്നതാണ് പുതിയ രീതി. 24 പത്തനംതിട്ട. കണ്ണൂർ പഴയങ്ങാടിയിൽ മരുന്നു മാറി നൽകിയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്ന 8 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. സിറപ്പ് ഇല്ലാത്തതിനാലാണ് ഡ്രോപ്സ് നൽകിയത് എന്നാണ് മെഡിക്കൽ ഷോപ്പ് ഉടമയുടെ മൊഴി. താൻ തന്നെയാണ് മരുന്ന് എടുത്തു നൽകിയതെന്നും ഉടമ IK നാസർ പോലീസിനോട് സമ്മതിച്ചു. കണ്ണൂരിലെ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയാണ് ഉണ്ടായത്. കുഞ്ഞ് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. കരളിന്റെ പ്രവർത്തനം സാധാരണ നിലയിലായെന്നും ഡോക്ടർമാർ അറിയിച്ചു. അതേസമയം മെഡിക്കൽ ഷോപ്പ് ഉടമയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാവുകയാണ്. യുവജന സംഘടനകൾ മെഡിക്കൽ ഷോപ്പിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഡോക്ടർ എഴുതിയ മരുന്നല്ല നൽകിയതെന്ന് മെഡിക്കൽ ഷോപ്പ് ഉടമ സമ്മതിച്ചു. സിറപ്പില്ലാത്തതിനാലാണ് ഡ്രോപ്സ് നൽകിയതെന്നാണ് വിശദീകരണം. മരുന്ന് നൽകേണ്ട അളവ് എഴുതി നൽകിയില്ലെന്നും ഷോപ്പ് ഉടമ IK നാസർ മൊഴി നൽകി. എന്നാൽ കുറിപ്പിലെ മരുന്നില്ലെങ്കിൽ വന്നവരെ മടക്കി അയച്ചൂടെ എന്ന പോലീസിന്റെ ചോദ്യത്തിന് നാസർ മറുപടി നൽകിയില്ല. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പഴയങ്ങാടിലെ ഗദീജ മെഡിക്കൽസ് പോലീസ് താൽക്കാലികമായി അടപ്പിച്ചു. 24 കണ്ണൂർ. സ്വർണ്ണക്കടത്ത് കേസിൽ കർണാടകയിലെ DGP റാങ്ക് ഉദ്യോഗസ്ഥനും നടി രന്യ റാവുവിന്റെ രണ്ടാനച്ഛനുമായ രാമചന്ദ്ര റാവുവിന് കുരുക്കു മുറുകുന്നു. രന്യയെ പരിശോധനകളില്ലാതെ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തെത്തിക്കാൻ രാമചന്ദ്ര റാവു നിർദ്ദേശിച്ചു എന്ന് പ്രോട്ടോകോൾ ഓഫീസർ മൊഴി നൽകി. അതേസമയം ദുബായിൽ നിന്ന് സ്വർണം നൽകിയ ആളെക്കുറിച്ച് രന്യ DRIക്ക് സൂചന നൽകിയിട്ടുണ്ട്. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെന്ന പദവി താൻ ഒരിക്കലും ദുരുപയോഗം ചെയ്തിട്ടില്ലെന്നും വിവാഹശേഷം രന്യ കാര്യമായ ബന്ധം സൂക്ഷിക്കുന്നില്ലെന്നുമായിരുന്നു രാമചന്ദ്ര റാവു പറഞ്ഞുകൊണ്ടിരുന്നത്. മകളുടെ ഇടപാടുകളെക്കുറിച്ച് തനിക്ക് യാതൊരു അറിവുമില്ലെന്ന ഈ വാദമാണ് ഇപ്പോൾ പൊളിയുന്നത്. ബംഗളൂരു വിമാനത്താവളത്തിലെ ഗ്രീൻ ചാനൽ വഴി പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ്
DRI നടി രന്യ റാവുവിനെ പിടികൂടുന്നത്. ഈ സമയം സഹായത്തിനൊപ്പമുണ്ടായിരുന്ന ബസവരാജു എന്ന ഉദ്യോഗസ്ഥനാണ് രാമചന്ദ്ര റാവുവിനെ കുരുക്കിലാക്കിയത്. തനിക്ക് കള്ളക്കടത്തിനെക്കുറിച്ച് അറിയില്ല. രന്യയെ സഹായിക്കാൻ രാമചന്ദ്ര റാവുവാണ് നിർദ്ദേശം നൽകിയതെന്നും ഇയാൾ DRIക്ക് മൊഴി നൽകി. വിമാനത്താവളത്തിന് പുറത്തും പോലീസ് സഹായം രന്യയ്ക്ക് കിട്ടിയെന്നാണ് DRIയുടെ അന്വേഷണത്തിൽ തെളിയുന്നത്. രാമചന്ദ്ര റാവുവിനെതിരെ അഡീഷണൽ ചീഫ് സെക്രട്ടറി നടത്തുന്ന അന്വേഷണവും തുടരുന്നുണ്ട്. അതേസമയം ചോദ്യങ്ങളോടൊന്നും സഹകരിക്കാതെ നിന്നിരുന്ന നടി ഒടുവിൽ സ്വർണം നൽകിയ ആളെക്കുറിച്ച് സൂചന നൽകി. ദുബായ് വിമാനത്താവളത്തിൽ ഒരാൾ സ്വർണം എത്തിക്കുമെന്ന് മാഫിയ സംഘം ഇന്റർനെറ്റ് കോൾ വഴിയാണ് നിർദ്ദേശം നൽകിയത്. 6 അടി ഉയരമുള്ള ഇരുനിറമുള്ള ആളാണ് സ്വർണം കൈമാറിയത്. അമേരിക്കൻ ആഫ്രിക്കൻ ആക്സന്റിലാണ് ഇയാൾ സംസാരിക്കുന്നത്. എന്നാൽ താൻ മുൻപെങ്ങും ഇത് ചെയ്തിട്ടില്ലെന്നും ആദ്യവട്ടം തന്നെ പിടിയിലായെന്നുമാണ് രന്യ ആവർത്തിക്കുന്നത്. എന്നാൽ 1 വർഷത്തിനിടെ 15 തവണയാണ് രന്യ ദുബായ് യാത്ര നടത്തിയിരിക്കുന്നത്. 24 മുംബൈ. യുക്രൈൻ യുദ്ധത്തിൽ 30 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശത്തോട് തത്വത്തിൽ യോജിക്കുന്നുണ്ടെങ്കിലും കരാർ സംബന്ധിച്ച് തനിക്ക് ചില വിയോജിപ്പുകളുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സമാധാന കരാറിന് റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടു. റഷ്യ ശരിയായ കാര്യം ചെയ്തില്ലെങ്കിൽ ലോകത്തിന് അത് നിരാശാജനകമായിരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. വെടിനിർത്തലിനുള്ള അമേരിക്കൻ നിർദ്ദേശത്തെ തത്വത്തിൽ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിലും ഇനിയും ചർച്ച നടക്കേണ്ടതുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായി മോസ്കോയിൽ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് വാർത്താസമ്മേളനത്തിൽ വ്ളാഡിമിർ പുടിൻ നിലപാട് വ്യക്തമാക്കിയത്. ശത്രുത അവസാനിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നുവെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തുള്ള സമാധാനത്തിനാകണം വെടിനിർത്തൽ ഊന്നൽ നൽകേണ്ടതെന്നും പുടിൻ പറഞ്ഞു. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ഇടപെടലിന് പുടിൻ നന്ദി അറിയിച്ചു. 30 ദിവസത്തെ വെടിനിർത്തലിനുള്ള അമേരിക്കയുടെ നിർദ്ദേശത്തിന് കഴിഞ്ഞ ആഴ്ച യുക്രൈൻ പ്രസിഡന്റ് സമ്മതം മൂളിയതിന് പിന്നാലെയാണ് പുടിന്റെ പ്രതികരണം. എന്നാൽ വെടിനിർത്തലിനോടുള്ള പുടിന്റെ നിലപാട് കൗശലത്തോടെയുള്ളതാണെന്നും റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പ്രതികരിച്ചു. പുടിന്റെ നിബന്ധനകൾ വെടിനിർത്തൽ സാധ്യമാക്കില്ലെന്നും കാര്യങ്ങൾ വൈകിപ്പിക്കാനാണ് റഷ്യ ശ്രമിക്കുന്നതെന്നും സെലൻസ്കി കുറ്റപ്പെടുത്തി. റഷ്യയിൽ നിന്ന് നല്ല സൂചനകൾ ലഭിക്കുന്നുണ്ടെങ്കിലും ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ലോകത്തിനത് നിരാശാജനകമായിരിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. അമേരിക്കയിലെ ഡെൻവർ എയർപോർട്ടിൽ വിമാനത്തിന് തീപിടിച്ചു. അമേരിക്കൻ എയർലൈൻസിനാണ് തീപിടിച്ചത്. യാത്രക്കാരെ സുരക്ഷിതരായി പുറത്തിറക്കി. 172 യാത്രക്കാരും 6 വിമാന ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. 12 പേരെ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ടെക്സസിലെ ഡാലസ് ഫോർട്ട് വർത്ത് ഇന്റർനാഷണൽ വിമാനത്താവളത്തിലേക്കുള്ള ബോയിങ് വിമാനത്തിന്റെ എഞ്ചിനിൽ വിറയൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഡെൻവറിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി കലാകാരന്മാർ. സമരപ്പന്തലിനോട് ചേർന്ന് പൊരുതുന്ന സ്ത്രീ ശില്പം ഒരുക്കിയാണ് കലാകാരന്മാർ പിന്തുണ അറിയിച്ചത്. 33 ദിവസം പിന്നിട്ട സമരം കൂടുതൽ ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. കഴിഞ്ഞ 33 ദിവസമായി അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ആശാ വർക്കേഴ്സിനെ പ്രതിനിധീകരിക്കുന്നതാണ് കലാസൃഷ്ടി. കലാകാരന്മാരായ സി ഹണിയും അനീഷ് തകഴിയും ചേർന്നാണ് ശില്പമൊരുക്കിയത്. അധികാരികളെ അന്ധന്മാരെ, ക്രൂരന്മാരെ, വഞ്ചകരെ, നിങ്ങൾക്കായി ശില്പം നിർമ്മിക്കാൻ കഴിഞ്ഞതിലുള്ള വളരെ വലിയ സന്തോഷമാണ്. ഈ സമരം വിജയിക്കുന്ന ഒരു സമരമാണ്. കാരണം ഈ സമരം വിജയിച്ചില്ല എങ്കിൽ നമുക്ക് വലിയ ഒരു പ്രതീക്ഷ ഇല്ലാതാകുകയാണ്. അതുകൊണ്ട് കേരള ജനതയ്ക്ക് ഈ സമരം, ഈ ന്യായയുക്തമായ സമരം വിജയിക്കേണ്ടത് ഒരാവശ്യമാണ്. കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയ്ക്കൊപ്പം സങ്കട പൊങ്കാല അർപ്പിച്ച ആശമാർക്ക് വലിയ പിന്തുണയാണ് ലഭിച്ചത്. 17-ന് സെക്രട്ടേറിയറ്റ് ഉപരോധത്തോടെ സമരം ശക്തമാക്കാനാണ് ആലോചന. ഒരുപക്ഷെ കേരളം കണ്ടിട്ടില്ലാത്തത്ര ഒരു സ്ത്രീകൾ നടത്തുന്ന വലിയൊരു ഉപരോധം നടക്കാൻ പോവാണ്. മിനിമം ജീവിച്ചിരിക്കുവാനുള്ള കൂലിക്ക് വേണ്ടിയിട്ടാണ് ഈ സഹന സമരം നടത്തുന്നത്, ഒരു അതിജീവന സമരം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ 17-ാം തീയതിയിലെ പരിപാടി അത് ശക്തമായിരിക്കും. ഞങ്ങളെ പിന്തുണച്ച മുഴുവൻ ആളുകളോട് ഞങ്ങളത് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണല്ലോ കഴിഞ്ഞ 32 ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ വെച്ച ഡിമാൻഡ് സർക്കാർ അംഗീകരിക്കും, നമ്മളെ സമരം സെറ്റിൽ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളിരിക്കുന്നത്. കേന്ദ്രം ഇൻസെന്റീവ് കൂട്ടുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സംസ്ഥാന സർക്കാർ ഇതുവരെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. 24 തിരുവനന്തപുരം. മലപ്പുറം തിരൂർ KSEB ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണയുമായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ്. അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ MLA
പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെ സംരംഭങ്ങൾക്കാണ് സർക്കാർ പരിഗണന നൽകേണ്ടത്, കുത്തകവൽക്കരണത്തിന് കൂട്ടുനിൽക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. കേബിൾ TV മേഖലയോടുള്ള KSEBയുടെ നിലപാടിനെതിരെയാണ് COA മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തിയത്. കേബിൾ TV ഓപ്പറേറ്റർമാർ നേരിടുന്ന പ്രശ്നം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത N ഷംസുദ്ദീൻ MLA പറഞ്ഞു. ഈ തൊഴിൽ മേഖലയെ സംരക്ഷിക്കണം, അതുവഴി നാട്ടുകാരെ സംരക്ഷിക്കണം. ഞാൻ പറഞ്ഞില്ലേ, സാധാരണക്കാരന്റെ വീട്ടിൽ വരെ വൈഫൈ എത്തേണ്ടത് അവന്റെ കുട്ടിയുടെ പഠനത്തിന് ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ. അപ്പം അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവമായി സർക്കാരുകൾ കാണണം, ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. KSEB നിലപാട് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം M അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു. കേരളത്തിലെ ചെറുകിട സംവിധാനത്തെ തകർത്തുകൊണ്ടാണോ വലിയ വ്യവസായങ്ങളെ കുടിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ വലിയ വ്യവസായികൾക്ക്, റിലയൻസ് ഉൾപ്പെടെയുള്ള വ്യവസായികൾക്ക്, കോർപ്പറേറ്റുകൾക്ക് സംരക്ഷണം കൊടുക്കുക, അതനുവദിച്ചുകൂടാ. CPIM ഏരിയ സെക്രട്ടറി T ഷാജി, DCC സെക്രട്ടറി KA പത്മകുമാർ, BJP സംസ്ഥാന കമ്മിറ്റി അംഗം K ജനചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള കേബിൾ TV ഓപ്പറേറ്റർമാർ ധർണാ സമരത്തിൽ പങ്കെടുത്തു. 24 തിരൂർ. നോക്കാം കായിക വാർത്തകൾ. IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിന് പുതിയ നായകൻ. ഇന്ത്യൻ ഓൾറൗണ്ടർ അക്സർ പട്ടേൽ ടീമിനെ നയിക്കും. ഡൽഹി ടീമിന്റെ ചരിത്രത്തിലെ 14ാം ക്യാപ്റ്റനാണ് അക്സർ പട്ടേൽ. 2019 മുതൽ ടീമിലുള്ള അക്സറിനെ 16.5 കോടി രൂപയ്ക്കാണ് ഇത്തവണ ഡൽഹി നിലനിർത്തിയത്. IPL-ന്റെ പ്രഥമ സീസൺ മുതലുള്ള ടീമാണെങ്കിലും ഇതുവരെ കിരീടം നേടാനാവാത്തതിന്റെ നാണക്കേട് മാറ്റാമെന്ന പ്രതീക്ഷയിലാണ് ഡൽഹി ക്യാപിറ്റൽസ് ഇത്തവണ ഇറങ്ങുന്നത്. നിറങ്ങളുടെ ഉത്സവമായ ഹോളി ആഘോഷമാക്കുകയാണ് ഉത്തരേന്ത്യ. വർണ്ണങ്ങൾ വാരിവിതറിയും നൃത്തച്ചുവടുകൾ വെച്ചും ആഘോഷം പൊടിപൊടിക്കുകയാണ്. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആശംസകൾ നേർന്നു. ഹോളി ആഘോഷത്തിന്റെ നിറങ്ങളിലാണ് ഉത്തരേന്ത്യ. നൃത്തം ചെയ്തും നിറങ്ങൾ പൂശിയും കടുത്ത ശൈത്യകാലത്തിൽ നിന്ന് ഉത്തരേന്ത്യൻ ജനത ഒരു വസന്തകാലത്തെ കൂടി വരവേൽക്കുകയാണ്. ഹോളികാ ദഹനത്തോടെയാണ് ഉത്തരേന്ത്യയിൽ ആഘോഷങ്ങൾക്ക് തുടക്കം. പുലർച്ചെ മുതൽ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്ക്. മധുരം കഴിച്ചും നൃത്തച്ചുവടുകളുമായും ഹോളി ആഘോഷത്തിലാണ് ഡൽഹിയും. ഗുൺ ഗാത്തെ ചലോ, ബബ്രു കെ ഗുൺ ഗാത്തെ ചലോ, ഹോലി മനാത്തെ ചലോ. ഹാപ്പി ഹോലി. ഇറ്റ് വാസ് വെരി ഗുഡ്. ഇറ്റ് വാസ് വെരി അമേസിംഗ്, വെരി കളർഫുൾ ആൻഡ് വെരി സെലിബ്രേറ്റിംഗ്. BJP ദേശീയ ആസ്ഥാനത്ത് നടന്ന ആഘോഷ പരിപാടികളിൽ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയും ഗോരഖ്പൂരിലെ ഹോളി ആഘോഷത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പങ്കെടുത്തു. ഉത്തർപ്രദേശിലെ മധുരയിൽ ഹോളി ആഘോഷങ്ങളിൽ ആയിരക്കണക്കിന് പേർ ഭാഗമായി. സംഭാലിൽ കനത്ത സുരക്ഷയിലായിരുന്നു ആഘോഷങ്ങൾ. ഡൽഹിയിലും ആഘോഷങ്ങൾ നടക്കുന്നിടങ്ങളിലെല്ലാം പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. നിറങ്ങൾ പൂശിയും മധുരം പങ്കിട്ടുമൊക്കെ ഉത്തരേന്ത്യയിൽ ഹോളി ആഘോഷം വിപുലമാണ്. ഈ നിറങ്ങൾ ഇനിയുള്ള ജീവിതത്തിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ആശിഷ് മട്ടൂരൊപ്പം വിനീത VG 24. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതികരണത്തിലേക്ക്. പോലീസ് പഞ്ചാബിൽ നിന്ന് പിടികൂടിയ അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തിലെ 2 പേരെ ഉടൻ കോഴിക്കോട്ട് എത്തിക്കുമെന്ന് മെഡിക്കൽ കോളേജ് ACP A ഉമേഷ് പറഞ്ഞു. ലഹരി മരുന്ന് വന്ന വഴിയെക്കുറിച്ച് നടത്തിയ അന്വേഷണമാണ് പഞ്ചാബിലേക്ക് എത്തിയതെന്നും ഉമേഷ് 24നോട് പറഞ്ഞു. ലഹരി മാഫിയ സംഘത്തിലെ അന്താരാഷ്ട്ര തലവന്മാരായ 2 പേരെ ഇപ്പോൾ കേരള പോലീസ് പിടികൂടിയിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് ACP A ഉമേഷാണ് 24നോടൊപ്പം ചേരുന്നത്. സാർ, ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. എങ്ങനെയായിരുന്നു ഈ പ്രതികളിലേക്ക് എത്തിയത്? ഞങ്ങൾ ചെറിയ കേസ് പിടിച്ച അതിൻ്റെ അടുത്ത ലെയറിലേക്ക് പോയി. അങ്ങനെ വലിയ ഒരു 2 ആൾക്കാരെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. താൻസാനിയ സ്വദേശികളാണെന്ന് പറയുന്നു. കൂടുതൽ വിവരങ്ങൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് തരാം. ഇവിടെ എന്ന് നടന്ന സംഭവമായിരുന്നു? കാരന്തൂർ നടന്ന ഒരു ഓപ്പറേഷനാണ്. അവിടെ നിന്ന് 270 ഗ്രാം MDMA പിടിച്ചാണ്. അതിന് 2ാം ലെയറായിട്ട് 2ാമതൊരാളെ പിടിച്ചിരുന്നു. അതിനുശേഷം
അതിന് ടോപ്പ് ലെവലിലുള്ള 2 പേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മലയാളിയായിരുന്നു രണ്ടാമത് പഠിച്ചത്. രണ്ടാമത് മലയാളിയായിരുന്നു. അവരിൽ നിന്നുമാണ് ഈ 2 പേരിലേക്ക് എത്തിയതല്ലേ? ഇതിലേക്ക് പിന്നെ കുറേ ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ എത്തിയതാണ്. നിങ്ങൾക്ക് കൊണ്ടുവരാണ്. പ്രതികളെ ഉടൻ തന്നെ കോഴിക്കോട് എത്തിക്കും. 3 മണിയോടുകൂടി നമ്മൾ എയർപോർട്ടിലെത്തും. ശരി. തീർച്ചയായിട്ടും കോഴിക്കോട് കാരന്തൂരിൽ നടന്ന ഒരു MDMA കേസായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കുന്നമംഗലം പോലീസ് ഈ പ്രതികളെ പിടികൂടുന്നതിൽ എത്തിച്ചത്. എന്തായാലും ഉടൻ തന്നെ പ്രതികളെ കോഴിക്കോട് എത്തിക്കുമെന്നാണ് മെഡിക്കൽ കോളേജ് ACP ആയിട്ടുള്ള A. ഉമേഷ് ഇപ്പോൾ 24 വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. മെഡിക്കൽ കോളേജ് ACPയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.